എല്ലാവർക്കും ഓട്ടോമേഷൻ എൻജിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഗെറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API കരേറ്റ എന്ന ലൈബ്രറി യൂസ് ചെയ്ത് ഹിറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓൾറെഡി ഞാൻ ഇതിനു വേണ്ടിയുള്ള സിനാരിയോ ഫീച്ചർ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം സ്യൂട്ടബിൾ കമൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കമൻസ് ആഡ് ചെയ്യാൻ വേണ്ടി ഹാഷ് സിമ്പിളാണ് ഫീച്ചർ ഫയലിൽ യൂസ് ചെയ്യേണ്ടത്. ജസ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് // ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡയറക്റ്റ് ഹാഷ് സിമ്പിൾ ടൈപ്പ് ചെയ്താലും മതി. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇവിടെ നമ്മൾ രണ്ട് റിക്വസ്റ്റുകൾ ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഒന്നൊരു പോസ്റ്റ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്, അതിനുശേഷം വീണ്ടും നമ്മളൊരു ഗെറ്റ് റിക്വസ്റ്റ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ വാസ്തവത്തിൽ ഒരു റിക്വസ്റ്റ് ചെയിനിങ് ആണ് നടത്തിയേക്കുന്നത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സെനേരിയയിൽ നിന്നല്ല നമ്മൾ യൂസ് ചെയ്തല്ല റിക്വസ്റ്റ് ചെയിനിങ് നടത്തിയത്. നമ്മൾ പോസ്റ്റ്മാൻ റിക്വസ്റ്റ് ചെയിനിങ് ഒരു കൺസെപ്റ്റ് കവർ ചെയ്തതാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒരു റിക്വസ്റ്റ് ഹിറ്റ് ചെയ്തിട്ട് അതിൻ്റെ അകത്തുനിന്ന് റെസ്പോൺസ് അടുത്തതിനകത്ത് റീയൂസ് ചെയ്യുകയാണ് ചെയ്തത്, സെപ്പറേറ്റ് ആയിട്ടാണ്. പക്ഷേ ഇവിടെ എന്താ വെച്ചാൽ ഒറ്റ സെനാരിയക്കകത്ത് വീണ്ടും ഞാൻ ഒരു രണ്ടും കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം എന്ന് വെച്ചാൽ ഫസ്റ്റ് സെനാരിയ ക്രിയേറ്റ് ആൻഡ് ന്യൂ പോസ്റ്റും സെക്കൻഡ് സെനാരിയ ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് ഡീറ്റെയിൽസും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസി ഇല്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഗുണം, നമുക്ക് നമ്മുടെ ആവശ്യാനുസരണം ഒരു പർട്ടിക്കുലർ സെനാരിയ സ്കിപ്പ് ചെയ്ത് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ടാഗിങ് യൂസ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ സെനാരിയ റൺ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ പാരലൽ എക്സിക്യൂഷൻ സമയത്താണ് ഏറ്റവും യൂസ് ചെയ്യുന്നത്. പാരലൽ എക്സിക്യൂഷൻ സമയത്ത് ഒരു ഫസ്റ്റ് സെനാരിയ സെക്കൻഡ് സെനാരിയ ആയിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ പിന്നെ പാരലൽ എക്സിക്യൂഷൻ നടക്കുമ്പോൾ ഒരു പർട്ടിക്കുലർ ഓർഡറിലായിരിക്കും റൺ ആകുന്നത്. അങ്ങനെ വരുമ്പോൾ സെനാരിയകൾ തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അത് വർക്കാകാൻ ബുദ്ധിമുട്ട് വരും. അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഒരു കംപ്ലീറ്റ് ഫ്ലോ ഒറ്റ സെനാരിയനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ 10th ലൈനിൽ ഒരു സെനാരിയോ സെക്കൻഡ് സെനാരിയോ എഴുതി ഗെറ്റ് ക്രിയേറ്റഡ് പോസ്റ്റ് ഡീറ്റെയിൽസ്, അതായത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഗെറ്റ് റിക്വസ്റ്റ് വെച്ച് ഫെച്ച് ചെയ്യാനാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പം 12th ലൈനിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. 13 to 16 വരെയുള്ള ലൈൻ എന്ന് പറയുന്നത് ആദ്യത്തെ സെനാരിയുടെ കോമൺ ആണ്. മാറ്റം വരുന്നത് 18th ലൈനിലാണ്. 18th ലൈനിൽ റെസ്പോൺസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട കീവേഡ് പ്രിന്റ് എന്നുള്ള കീവേഡാണ്. അതിനുശേഷം ഒരു സ്ട്രിങ് കൊടുത്തിരിക്കുകയാണ്. സ്ട്രിങ് ആയിട്ട് റെസ്പോൺസ് ഈസ് കോളം കൊടുത്തു. അതിനുശേഷം അപ്പൻഡ് ചെയ്ത് വരാൻ വേണ്ടി പ്ലസ് ഓപ്പറേറ്ററിന് പകരം പ്ലസ് സിമ്പിളിന് പകരം ഞാൻ യൂസ് ചെയ്യുന്ന കോമയാണ്. അതിനുശേഷം റെസ്പോൺസ് എന്നുള്ള ഒരു കീവേഡ് യൂസ് ചെയ്തു. ഈ റെസ്പോൺസിനകത്താണ് കംപ്ലീറ്റ് റെസ്പോൺസ് ഈ HTTP എൻഡ് പോയിന്റ് ഹിറ്റ് ചെയ്യുമ്പോൾ വരുന്ന റെസ്പോൺസ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പം ആ റെസ്പോൺസ് പ്രിന്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്രിന്റ് എന്നൊരു കീവേഡ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം ഈ റെസ്പോൺസ് എന്നുള്ള വേരിയബിളിനകത്ത് വരുന്ന ID നമ്മൾ ഫെച്ച് ചെയ്തൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അതാണ് 20th ലൈനിൽ. ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി കരയായിട്ട് യൂസ് ചെയ്യുന്ന കീവേഡാണ് ഡെഫ് എന്നുള്ളത്. പോസ്റ്റ് ID എന്നാണ് വേരിയബിളിന് കൊടുത്തത്. ആ വേരിയബിളിലേക്ക് റെസ്പോൺസിൽ നിന്ന് വരുന്ന ID ഫെച്ച് ചെയ്ത് പോസ്റ്റ് IDയിലേക്ക് സ്റ്റോർ ചെയ്യും. അതിനുശേഷം പിന്നെ ഗെറ്റ് റിക്വസ്റ്റിൻ്റെ പാർട്ടാണ് 22nd ലൈൻ തൊട്ട് കൊടുത്തിരിക്കുന്നത്. വീണ്ടും നമ്മൾ URL ഹിറ്റ് ചെയ്യുന്നു. അതിനുശേഷം പാത്ത് എന്നൊരു കീവേഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് പാത്ത് പാരാമീറ്റർ പാസ് ചെയ്യാൻ വേണ്ടിയാണ് കരയായിട്ട് പാത്ത് എന്നൊരു കീവേഡ് കൊടുത്തിരിക്കുന്നത്. അപ്പം ആ കീവേഡ് യൂസ് ചെയ്തിട്ട് പാത്തായിട്ട് നേരത്തെ ഡിഫൈൻ ചെയ്ത വേരിയബിൾ കൊടുത്തു. അപ്പം ഈ വേരിയബിൾ വരുന്നത് പോസ്റ്റിൻ്റെ ID ആയിരിക്കും. അതൊരു ഇൻറ്റീജർ വാല്യൂ ആയിരിക്കും. അത് ഈ എൻഡ് പോയിന്റിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് പോസ്റ്റ് എന്നുള്ള ആ ഒരു പാത്തിൻ്റെ കൂടെ അപ്പൻഡ് ചെയ്ത് // എന്താണ് പോസ്റ്റ് ID വരുന്നത്, ആ പോസ്റ്റ് ID പാസ്സാകും, എന്നിട്ട് ഹിറ്റ് ആവും. അതിനുശേഷം ഇതൊരു ഗെറ്റ് റിക്വസ്റ്റ് ആയതുകൊണ്ട് പിന്നെ മെത്തേഡിൻ്റെ അവിടെ മെത്തേഡിൻ്റെ കീവേഡ് യൂസ് ചെയ്തതിനു ശേഷം ഗെറ്റ് എന്നുള്ള കീവേഡ് യൂസ് ചെയ്തു. അതിനുശേഷം സ്റ്റാറ്റസ് ഗെറ്റ് റിക്വസ്റ്റ് ആണ് 200 ആണല്ലോ വരുന്നത്. അപ്പോൾ 200 ആണോ എന്ന് അസേർട്ട് ചെയ്തു. അതിനുശേഷം അതിൻ്റെ റെസ്പോൺസും നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നു. അപ്പം ഇത്രയാണ് ഈ ഒരു പർട്ടിക്കുലർ സെനാരിയക്കകത്ത് ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഫസ്റ്റ് സെനാരിയും സെക്കൻഡ് സെനാരിയും തമ്മിൽ ഒരു ഡിപ്പെൻഡൻസും വരാതിരിക്കാൻ വേണ്ടിയാണ്
ഒരു പോസ്റ്റിൻ്റെ ഫ്ലോയും ഗെറ്റിൻ്റെ ഫ്ലോയും കൂടെ കമ്പൈൻ ചെയ്ത് ഒറ്റ സിനാരിയോ ആക്കിയിരിക്കുന്നത്. അപ്പം ഈ ഈ കരേട്ടയുടെ ഒഫീഷ്യൽ ഡോക്യുമെന്റേഷൻ നോക്കിയാൽ തന്നെ അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ തന്നെ യൂസ് ചെയ്യണമെന്ന്. ഈ ഒരു ഭാഗത്ത് അത് പറഞ്ഞിട്ടുണ്ട്. കീപ്പ് ഇൻ മൈൻഡ് ദാറ്റ് യു ഷുഡ് ബി ഏബിൾ ടു കമന്റ് ഔട്ട് എ സിനാരിയോ, സ്കിപ്പ് സം വയ ടാഗ്സ് വിത്തൗട്ട് ഇമ്പാക്ടിങ് എനി അതേഴ്സ്. അപ്പം പാരലൽ റണ്ണറൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഏത് ഓർഡർ വേണം റണ്ണാകും. അപ്പം അങ്ങനെ വരുമ്പോൾ സിനാരിയോസ് തമ്മിൽ ഡിപ്പെൻഡൻസി ഉണ്ടെങ്കിൽ അത് പിന്നെ പ്രശ്നമാകും. അതുപോലെ ഒരു ക്വസ്റ്റ്യൻ വേറെ സ്റ്റാക്ക് ഓവർഫ്ലോ ചോദിച്ചപ്പോൾ എങ്ങനെയാണ് ഒരു സിനാരിയോയിൽ വേറെ സിനാരിയോ ഡേറ്റ പാസ് ചെയ്യുന്ന ചോദിച്ചപ്പോഴും ഓൾറെഡി ഈ ലൈബ്രറിയുടെ ക്രിയേറ്റർ ആയിട്ടുള്ള പീറ്റർ തോമസ് എന്ന അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് സിനാരിയോ സപ്പോസ് ടു ബി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അപ്പോൾ പ്ലീസ് കമ്പൈൻ യുവർ ഫ്ലോസ് ഇൻ ടു വൺ സിനാരിയോ അങ്ങനെയാണ് പറഞ്ഞത്. പിന്നെ ഈ ഒരു സെൻറ്റൻസ് ഡോക്യുമെന്റേഷൻ കൊടുത്തിരിക്കുന്നത് തന്നെയാണ്. കമന്റ് ഔട്ട് ഒരു പർട്ടിക്കുലർ സിനാരിയോ കമന്റ് ഔട്ട് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യണമെങ്കിലും എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സിനാരിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ ഒരു എങ്ങനെയാണോ കരേട്ടയിൽ ഡോക്യുമെന്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് അതേ രീതിയിലാണ് നമ്മൾ സിനാരിയോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഓരോ ലൈനിൽ നമ്മൾ ആവശ്യമായിട്ടുള്ള കമന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് വായിച്ച് നോക്കുമ്പോൾ എന്താ ചെയ്തിരിക്കുന്നത് മനസ്സിലാവും. അപ്പം ഇനി നമുക്ക് ഈ ഒരു ഫീച്ചർ ഫയൽ റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യാൻ വേണ്ടി റൺ ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി ഇപ്പം ആ ഒരു പർട്ടിക്കുലർ ഈ ഒരു എൻഡ് പോയിന്റിലുള്ള ഡേറ്റ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ എൻഡ് പോയിന്റിൽ ഇപ്പോൾ ഒരു 8 സെറ്റ്സ് ഓഫ് ഡേറ്റ ഉണ്ട്. അപ്പം ഇനി ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ആദ്യമേ ഈ സിനാരിയോ റൺ ആവും. ഈ സിനാരിയോ റൺ ആകുമ്പോൾ ID 9 ഉള്ള ഒരു റെക്കോർഡ് വരും. അതിനുശേഷം അടുത്ത റിക്വസ്റ്റിലേക്ക് വരും. ഈ റിക്വസ്റ്റ് റൺ ആകുമ്പോൾ വീണ്ടും പോസ്റ്റ് റിക്വസ്റ്റ് ആദ്യമേ സെൻഡ് ആകും. അപ്പം ID 10 ഉള്ള ഒരു JSON ഡേറ്റയും കൂടെ വരും. അതിനുശേഷം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഹിറ്റ് ആകുന്ന അതായത് പോസ്റ്റ് ID 10 വരുന്ന ആ പോസ്റ്റ് ID ഫെച്ച് ചെയ്ത് ഈ പോസ്റ്റ് ID എന്നുള്ള വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യും. ആ വേരിയബിൾ പിന്നെ സബ്സീക്വന്റ് ഗെറ്റ് റിക്വസ്റ്റിന്റെ പാത്തായിട്ട് സെറ്റ് ചെയ്യും. അപ്പോൾ ആ പർട്ടിക്കുലർ ID 10 ആയിട്ടുള്ള റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മളിവിടെ പ്രിന്റ് ചെയ്താക്കുന്ന റെസ്പോൺസിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ പ്രിന്റ് ചെയ്ത് നോക്കാം, റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനു വേണ്ടി റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ as കുക്കുംബർ ഫീച്ചർ എന്നുള്ളത് കൊടുക്കുന്നു. എക്സിക്യൂഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. റിപ്പോർട്ട് ജനറേറ്റ് ആണ്. നമുക്ക് ഈ റിപ്പോർട്ടിന്റെ ലിങ്ക് നമ്മുടെ ബ്രൗസറിൽ കോപ്പി പേസ്റ്റ് ചെയ്യാം. ആ റിപ്പോർട്ട് കോപ്പി പേസ്റ്റ് ചെയ്തു. നമ്മുടെ ഫീച്ചർ ഫയൽ പാസ്സായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗ്രീൻ ബോക്സിനകത്ത് 1 എന്നൊരു കൗണ്ട് കാണിച്ചത്. ഒറ്റ ഫീച്ചർ ഫയലുള്ളൂ, അതുകൊണ്ടാണ് 1 എന്ന് കാണിച്ചേക്കുന്നത്. ആ ഫീച്ചർ ഫയലിനകത്ത് എത്ര സിനാരിയോസ് ഉണ്ടെന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എത്ര എണ്ണം പാസ്സായിട്ടുണ്ടെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് കയറി നോക്കി കഴിയുമ്പോൾ ആദ്യമേ ഒരു പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡായി. അതിനുശേഷം ഗെറ്റ് റിക്വസ്റ്റ് നമ്മൾ ഹിറ്റ് ചെയ്തു. പക്ഷേ ഗെറ്റ് റിക്വസ്റ്റിനകത്ത് ആദ്യമേ നമ്മളൊരു പോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ആ പോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്ത് അതിനകത്ത് തന്നെ റെസ്പോൺസ് ചെയ്യുന്ന ഒരു ID എടുത്ത് ഒരു വേരിയബിളിലേക്ക് സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് വിളിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ റെസ്പോൺസ് പ്രിന്റ് ചെയ്യുന്ന 18th ലൈന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റെസ്പോൺസ് വന്നിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ID 10 ആയിട്ടുള്ള ഒരു JSON റെസ്പോൺസാണ് വന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ URL കൊടുത്തു. അതിനുശേഷം നമ്മൾ പാത്ത് കൊടുത്തു. പാത്ത് കൊടുത്ത ശേഷം ഇവിടെ വെൻ മെത്തേഡ് ഗെറ്റ് എന്നുള്ളത് നമുക്ക് കാണാം. ആ
ഈ 25th ലൈനിൽ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഹിറ്റ് ചെയ്ത എൻ പോയിന്റിനകത്തൂടെ പോസ്റ്റ് കഴിഞ്ഞൊരു 10 കൂടെ അപ്പൻഡ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. അത് നമ്മളിവിടെ പാത്ത് പാരാമീറ്റർ കൊടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അപ്പം എപ്പോഴും പാത്ത് പാരാമീറ്റർ ഒക്കെ കൊടുക്കുമ്പോൾ മെത്തേഡ് ലൈനിന് മുമ്പ് കൊടുക്കുക. അപ്പം വെൻ മെത്തേഡ് ഗെറ്റ് കഴിഞ്ഞ് പാത്ത് പാരാമീറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറക്റ്റായിട്ട് വർക്ക് ആകുകയില്ല. അപ്പം ആദ്യമേ പാത്ത് പാരാമീറ്റർ കൊടുക്കുക, അതിനുശേഷം മാത്രമേ ഹിറ്റ് ചെയ്യേണ്ട മെത്തേഡിൻ്റെ ലൈൻ ഓഫ് കോഡ് എഴുതാവുള്ളൂ. അപ്പോൾ അത് അപ്പൻഡ് ചെയ്ത് വന്നു. അതിനുശേഷം നമ്മൾ റെസ്പോൺസ് പ്രിന്റ് ചെയ്യുന്നു. ആ റെസ്പോൺസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ID 10 ആയിട്ടുള്ള പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ എൻ പോയിന്റ് ഇപ്പോൾ 8 ഉള്ളൂ. റിഫ്രഷ് ചെയ്ത് കഴിയുമ്പോൾ ID 9ഉം 9 ആയിട്ടുള്ള ഡേറ്റയും 10 ആയിട്ടുള്ള ഡേറ്റയും കൂടെ വരും. ID 9 ആയിട്ടുള്ള ഡേറ്റയും വന്നു, 10 ആയിട്ടുള്ള ഡേറ്റയും വന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഗെറ്റ് റിക്വസ്റ്റ് കരേറ്റ യൂസ് ചെയ്ത് സെൻഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും സെനാരിയോസ് തമ്മിൽ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക. ഇനിയിപ്പം ഇതിനകത്ത് ആദ്യമേ പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തതിന് ശേഷം ഗെറ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്തു. ഇനി അപ്ഡേറ്റിൻ്റെ കേസിൽ നമ്മൾ അങ്ങനെ തന്നെയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്ഡേറ്റിൻ്റെ കേസിലും ആദ്യമേ നമ്മൾ പോസ്റ്റ് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അതിനുശേഷം പുട്ട് റിക്വസ്റ്റ് സെൻഡ് ചെയ്യും. അതായത് ആദ്യമേ സെൻഡ് ചെയ്ത പോസ്റ്റ് റിക്വസ്റ്റിന് IDയുടെ വാല്യൂ എടുത്ത് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അത് പാത്ത് പാരാമീറ്ററുടെ സബ്സീക്വൻറ്റ് പുട്ട് റിക്വസ്റ്റിനകത്തേക്ക് യൂസ് ചെയ്യുന്നത്. ഡിലീറ്റിൻ്റെ കേസിലും ഇതേ ഒരു സീക്വൻസ് ആയിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റിൽ ഇടുക. അതുകൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം ഇത് കംപ്ലീറ്റ് കറക്റ്റഡ് പ്ലേലിസ്റ്റ് ആയിരിക്കും ഞാൻ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് ഞാൻ ആഡ് ചെയ്യുന്ന വീഡിയോസ് ഫുള്ള് കാണാൻ ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.